താങ്കളുടെ പേരിനൊപ്പം പരിഗണനയിലുണ്ടായിരുന്ന പേര് ആർ ശ്രീലേഖയുടേതാണ്. അവസാന നിമിഷം വരെ അവർ മേയറാകുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 40 പേർ, 50 പേരും യോഗ്യരാണ്, 40 പേർ പരിഗണനയിലുണ്ടായിരുന്നു. പലപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു. പക്ഷേ പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും 50 പേരും പ്രാധാന്യമുള്ളവരാണ്. ഇനി മേയർ സ്ഥാനത്തേക്കോ കൗൺസിലർ ആകാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ മിടുമിടുക്കരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. ഞങ്ങളുടെ ജില്ലാധ്യക്ഷനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ കാറിൽ കിടന്നാണ് ഉറങ്ങിയത്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി പോയതിനു ശേഷം ഏകദേശം ജില്ലാ ഭാരവാഹികളൊക്കെ സ്ഥാനാർത്ഥിയായി. അദ്ദേഹവും 2-3 വിരലിടുന്ന പ്രവർത്തകരുമാണ് ബാക്കി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്. ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടിയവരാണ് അവരൊക്കെ. അതൊക്കെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ജില്ലാ പ്രസിഡന്റുമാണ് അക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. അവർ കൃത്യസമയത്ത് തന്നെ വിവരം അറിയിക്കും. അത് വികസന കാഴ്ചപ്പാടുള്ള കൗൺസിലർമാരെ ഈ വികസനത്തോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് താല്പര്യമുള്ള നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന കൗൺസിലർമാരെ, ജനപ്രതിനിധികൾ ഈ ഭരണത്തോടൊപ്പം സഹായം എത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് ഉറപ്പാണ്. 51 എന്ന 51, 52 ആവാം, 53 ആവാം, 54 ചിലപ്പോൾ കൂടാം. അത് വരും കാലങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.